സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 3 മരണം. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് കാണാതായ മീൻപിടുത്ത തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുകയാണ്. പലയിടങ്ങളിലും നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസം മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്നുള്ള ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം. കണ്ണൂർ ആറളം ഫാമിൽ ഇടിമിന്നലേറ്റ് ചെത്തുതൊഴിലാളി രാജീവൻ മരിച്ചു. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ കുളത്തിൽ പ്ലസ് 2 വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ശാസ്തവട്ടം സ്വദേശി സൂരജാണ് മരിച്ചത്. മലപ്പുറം കരുവാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട തരിശു സ്വദേശി റംഷാദിന് ജീവൻ നഷ്ടമായി. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ കടൽക്ഷോഭത്തിൽ വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമാണ്. IMD കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം 29 മുതൽ പതുക്കെ മഴയുടെ അളവ് കുറയും. 30 മുതൽ ജൂലൈ 2 വരെയുള്ള ദിവസങ്ങളിലാണ് മഴയുടെ അളവ് സാധാരണ നിലയിലൊന്ന് കുറഞ്ഞു കാണും എന്നിപ്പോൾ നമ്മൾ കരുതുന്നത്. 3-ാം തീയതി മുതൽ സാധാരണ കാലവർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഴ 10-ാം തീയതി വരെ പെയ്യുകയും. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് കടലിൽ ഒഴുകിപ്പോയ 9 ഫൈബർ വള്ളങ്ങളെ മത്സ്യത്തൊഴിലാളികൾ കരക്കെത്തിച്ചു. നദികൾ കരകവിഞ്ഞതിനെ തുടർന്ന് പലയിടത്തും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മരം വീണും മണ്ണിടിഞ്ഞും പലയിടത്തും അപകടമുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിലാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 134 അടിയായി. ന്യൂസ് ഡെസ്ക് 24.